Hi everyone. Promissory note, bill of exchange. വളരെ പ്രധാനപ്പെട്ട ഈ രണ്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിന്റെ ഡെഫിനിഷൻസും ഡിഫറൻസസും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യം പ്രോമിസറി നോട്ടിന്റെ ഡെഫിനിഷൻ ആണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ദി സെക്ഷൻ 4 ഓഫ് ദി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881. A promissory note is defined as an instrument in writing containing an unconditional undertaking signed by the maker to pay a certain sum of money only to or to the order of the certain person or to the bearer of the instrument. ഈ ഒരു ഡെഫിനിഷനിൽ പറയുന്ന കാര്യങ്ങൾ വെച്ച് എന്തൊക്കെയാണ് ഒരു പ്രോമിസറി നോട്ടിന്റെ എസെൻഷ്യൽസ് കൂടി നമുക്ക് നോക്കാം. An instrument in writing, ആ ഒരു ഭാഗം നമുക്ക് മനസ്സിലാക്കിയാൽ തന്നെ അറിയാം. എ പ്രോമിസറി നോട്ട് മസ്റ്റ് ബി ഇൻ എ റിട്ടൺ ഫോർമാറ്റ്, റിട്ടൺ ഷേപ്പിലുള്ള ഒന്നായിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ എൻ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ്. ഒരു അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് ആണ്, ഒരു പ്രോമിസ് ആണ് ഈ പറഞ്ഞ പ്രോമിസറി നോട്ടിന് ഉള്ളത്. അതോടൊപ്പം തന്നെ ഇറ്റ് ഷുഡ് ബി സൈൻ ബൈ ദി മേക്കർ. ആരാണോ അത് ഉണ്ടാക്കിയിട്ടുള്ള ആള്, അതിന്റെ ഡ്രോയർ ആരാണോ, ഈ ഷുഡ് ബി സൈൻഡ്. ആൻഡ് അതിനകത്തുള്ള ആ ഒരു അണ്ടർടേക്കിംഗ് എന്താണ്? ടു പേ എ സർട്ടൈൻ സം ഓഫ് മണി. ഒരു സർട്ടൈൻ സം ഓഫ് മണി, സർട്ടൈൻ സം ആയിരിക്കണം, അതല്ലാതെ ഒരു അപ്രോക്സിമേറ്റ് അങ്ങനെ പറ്റില്ല. സർട്ടൈൻ സം ഓഫ് മണി ഓൺലി ടു ദി ഓർഡർ ഓഫ് എ സർട്ടൈൻ പേഴ്സൺ. അവിടെയൊക്കെ നമ്മൾ പ്രധാനമായിട്ട് സർട്ടൈൻ പേഴ്സൺ, ഇതിനകത്തുള്ള പേയി എന്ന് പറയുന്നത്, ഈ പണം കിട്ടേണ്ട ആൾ എന്ന് പറയുന്നത് സർട്ടൈൻ ആയിരിക്കണം. എമൗണ്ട് സർട്ടൈൻ ആണെന്ന് പറയുന്ന പോലെ പേ ചെയ്യപ്പെടുന്ന ആളാരാണ് വെച്ചാൽ ഈ ഷുഡ് ബി എ സർട്ടൈൻ പേഴ്സൺ. ഓർ ടു ദി ബിയറർ ഓഫ് ദി ഇൻസ്ട്രുമെന്റ്, ആരാണോ അത് ഹോൾഡ് ചെയ്തിരിക്കുന്നത്, ബിയറർ ആരാണോ അയാൾക്കോ, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പേയിക്കോ ആണ് ഇതിന്റെ പേയ്മെന്റ് കിട്ടുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഡെഫിനിഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് നമുക്ക് ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ ഡെഫിനിഷൻ എന്താണ്, ഇതിൽ നിന്നുള്ള ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെ കണ്ട പോലെ പ്രോമിസറി നോട്ട് നമ്മൾ നേരത്തെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ സെക്ഷൻ 4 ആയിരുന്നു പറഞ്ഞത്. സെക്ഷൻ 5 ഓഫ് ദി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഡെഫിനിഷൻ പ്രകാരം a bill of exchange is defined as an instrument in writing containing an unconditional order signed by the maker directing a certain person to pay a certain sum of money only to or to the order of a certain person or to the bearer of the instrument. വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോമിസറി നോട്ടിന്റെ ഡെഫിനിഷനിൽ വളരെ ചെറിയൊരു മാറ്റം, കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് എന്നാണ് പ്രോമിസറി നോട്ടിൽ പറഞ്ഞതെങ്കിൽ കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ വരുന്നത്. അപ്പൊ ആ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാം സെയിം തന്നെയാണ്. ആ ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ, ആ ചെറിയ മാറ്റം വരുത്തി കഴിഞ്ഞാൽ രണ്ട് ഡെഫിനിഷനും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ എസെൻഷ്യൽസ് എന്ന് പറയാൻ പറ്റും. എൻ ഇൻസ്ട്രുമെന്റ് ഇൻ റൈറ്റിംഗ് ആണ്. അതുപോലെ ഇറ്റ് കണ്ടെയ്ൻസ് ആൻ അൺകണ്ടീഷണൽ ഓർഡർ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ should be signed by the maker directing a certain person to pay a certain sum of money only to or to the order of a certain person or to the bearer of the instrument. ഇനി നമുക്ക് ഇതിന്റെ ഡിഫറൻസസ് എന്തൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്നുള്ള ഓർഡറിൽ ഓരോ ഡിഫറൻസസ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിനെ ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഈ രണ്ട് ഡോക്യുമെന്റിലുള്ള ഇൻവോൾവ്ഡ് ആയിട്ടുള്ള പാർട്ടീസ് ആരൊക്കെയാണെന്നുള്ളതിന് ബേസ് ചെയ്തിട്ടാണ് ഡിഫറൻസ്. ഇൻ എ പ്രോമിസറി നോട്ട് ദർ ആർ ഓൺലി 2 പാർട്ടീസ്. ദ മേക്കർ, അതായത് ഡെപ്റ്റർ ആയിരിക്കും ആ മേക്കർ, ആൻഡ് ദ പേയി, ആരാണോ ഈ പണം കിട്ടേണ്ട ആൾ വെച്ചാൽ അയാളാണ് പേയി എന്ന് പറയുന്നത്. ഈ രണ്ട് പാർട്ടീസ് ആണ് പ്രോമിസറി നോട്ടിലുള്ളത്. ബട്ട് ഇൻ ദി കേസ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ദർ ആർ 3 പാർട്ടീസ്, നെയിംലി ഡ്രോയർ, ഡ്രോയി ആൻഡ് പേയി. 3 പാർട്ടീസ് വരുന്നുണ്ട്. ചില കേസുകളിലൊക്കെ ഡ്രോയറും പേയും ഇവിടെ ഒരേ ആൾ തന്നെ ആയിരിക്കും, എങ്കിൽ കൂടിയും നമ്മൾ 3 പാർട്ടീസ്
ആയിട്ടാണ് നമ്മളിവിടെ വാട്ട് ഈസ് ഇൻവോൾവ്ഡ് ആയിട്ട് നമ്മൾ പറയുക. ഡ്രോയർ ഉണ്ട്. ഡ്രോയി എന്ന് പറയുന്നത് ആരാണോ ഇതിനെ ആക്സെപ്റ്റ് ചെയ്തത്, ഈ ബില്ല് ആക്സെപ്റ്റ് ചെയ്ത ആള്. ആൻഡ് ദ പേയി എന്ന് പറയുന്നത് ആർക്കാണോ പൈസ കിട്ടേണ്ടത്, ഈ ബില്ല് ഓഫ് എക്സ്ചേഞ്ചിന്റെ ക്യാഷ് ആർക്കാണോ കിട്ടേണ്ടത് അയാളാണ് പേയി എന്ന് പറയുന്നത്. എൻഡോസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് പേയി മാറുന്നത്, അല്ലെങ്കിൽ ഡ്രോയർ തന്നെയായിരിക്കും ഇതിനകത്ത് പേയി വരിക. രണ്ടാമത്തെ ഡിഫറൻസ് ആയിട്ട് വരുന്നത് പ്രോമിസറി നോട്ട് കനോട്ട് ബി മെയ്ഡ് പേയബിൾ ടു ദി മേക്കർ ഹിംസെൽഫ് എന്ന് പറഞ്ഞാല് ഒരു പ്രോമിസറി നോട്ട് മേക്ക് ചെയ്ത ആൾക്ക് തന്നെ അതിന്റെ പേയ്മെന്റ് കിട്ടുക എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ഉണ്ടാകുന്നില്ല. കാരണം പ്രോമിസറി നോട്ട് മേക്ക് ചെയ്യുന്നത് ഡെപ്റ്റർ ആണ്, പണം കിട്ടേണ്ട ആളല്ല, കൊടുക്കേണ്ട ആളാണ്. അതുകൊണ്ട് തന്നെ അവിടെ cannot be made payable to the maker himself. While in a bill of exchange, the drawer and payee may be the same person. ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ കേസിൽ ബില്ല് ഡ്രോ ചെയ്ത മേക്കർ തന്നെ ആയിരിക്കും മിക്കവാറും കേസിൽ പേയി, പണം കിട്ടുന്ന ആളും. പ്രോമിസറി നോട്ടിന്റെ കേസിൽ അങ്ങനെ ഒരിക്കലും വരില്ല. മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് എ പ്രോമിസറി നോട്ട് കണ്ടെയ്ൻ എൻ അൺകണ്ടീഷണൽ പ്രോമിസ്. വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഡിഫറൻസ് ആണ്. പ്രോമിസറി നോട്ടിനകത്തുള്ളത് ഒരു പ്രോമിസ് ആണ് ബൈ ദി മേക്കർ. ബട്ട് ഇൻ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ദർ ഈസ് എൻ അൺകണ്ടീഷണൽ ഓർഡർ ടു ദി ഡ്രോയി. ആ ഡ്രോയിക്ക് കൊടുക്കുന്ന ഒരു അൺകണ്ടീഷണൽ ഓർഡർ ആണ്. എനിക്ക് പണം തരണം എന്നുള്ള തരത്തിലുള്ള ഒരു ഓർഡർ ആണ്. മറ്റേത് ഞാൻ പണം തരാം എന്നുള്ള ഒരു പ്രോമിസ് ആണ്. ഇതാണ് മൂന്നാമത്തെ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. നാലാമത്തെ ഡിഫറൻസ് ആയിട്ട് വരുന്നത് ദ ലയബിലിറ്റി ഓഫ് ദി മേക്കർ of a pro note or promissory note is primary and absolute since the maker himself promises to pay. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോമിസറി നോട്ടിന്റെ മേക്കർക്കുള്ള ലാബിലിറ്റി എന്ന് പറയുന്നത് പ്രൈമറി ആണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോമിസറി നോട്ടിൽ എഗ്രി ചെയ്തിട്ടുള്ള പ്രോമിസ് ചെയ്തിരിക്കുന്ന എമൗണ്ടിന്റെ ലാബിലിറ്റി എന്ന് പറയുന്നത് മേക്കർക്ക് തന്നെയാണ് പ്രൈമറി ആയിട്ട് വരുന്നത്. ആൻഡ് അബ്സല്യൂട്ട് ആയിട്ടുള്ള ലാബിലിറ്റിയാണ്. ആ പ്രോമിസ് നൽകുന്ന ആള് മേക്കർ ആയതുകൊണ്ടാണ് പ്രൈമറി ലാബിലിറ്റി വരുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ദ ലാബിലിറ്റി ഓഫ് ദ ഡ്രോയർ ഓർ ദ മേക്കർ ഓഫ് ദി ബിൽ ഈസ് സെക്കൻഡറി ആൻഡ് കണ്ടീഷണൽ. ഡ്രോയറുടെ ലാബിലിറ്റി, ഡ്രോയർക്ക് ലാബിലിറ്റി വരിക എന്ന് പറയുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ സെക്കൻഡറി മാത്രമാണ്. ബിക്കോസ് ഹി ബിക്കംസ് liable to pay only when the drawee refuses to honor the bill or fails to pay. ഇവിടെ ഡ്രോയി ആണ് ശരിക്കും പണം അടയ്ക്കേണ്ട, പണം നൽകേണ്ട ആള്. ഈ ഡ്രോയി റെഫ്യൂസ് ചെയ്താൽ, ടു ഹോണർ ദ ബിൽ, ഹോണർ ദ ബിൽ എന്ന് പറഞ്ഞാൽ ആ ബില്ലിന്റെ പേയ്മെന്റ് നടത്താൻ വിസമ്മതിച്ചാൽ, അത് കൊടുക്കാതിരുന്നാൽ, ഓർ ഫെയിൽസ് ടു പേ, അത് കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഡ്രോയർക്ക് സെക്കൻഡറി ലാബിലിറ്റി ആണ് വരുന്നത്. പ്രൈമറി ലാബിലിറ്റി എന്ന് പറയുന്നത് ഡ്രോയിക്കാണ്. ദെൻ അഞ്ചാമത്തെ ഡിഫറൻസ് ആയിട്ട് വരുന്നത് എ പ്രോ നോട്ട് ഓർ ദ പ്രോമിസറി നോട്ട് ഡസ് നോട്ട് റിക്വയർ എനി ആക്സെപ്റ്റൻസ് ബിഫോർ ഇറ്റ് ഈസ് പ്രസന്റഡ് ഫോർ പേയ്മെന്റ് ആസ് ഇറ്റ് ഈസ് പേയബിൾ ബൈ ദി പേഴ്സൺ ഹു മേക്ക് ഇറ്റ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രോമിസറി നോട്ടിൽ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രോസസ് വരുന്നില്ല. കാരണം ഇവിടെ പ്രോമിസറി നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന മേക്കർ തന്നെയാണ് ഇത് പ്രോമിസ് ചെയ്യുന്നത്. അവിടെ കൊടുക്കേണ്ട ആളുടെ ആക്സെപ്റ്റൻസ്, കൊടുക്കേണ്ട ആൾ മേക്കറാണ്, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ആക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വരുന്നില്ല. ബട്ട് ഇൻ ദി കേസ് ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ജനറലി റിക്വയേഴ്സ് ആക്സെപ്റ്റൻസ് ഓഫ് ദി ഡ്രോയി ബിഫോർ ഇറ്റ് ഈസ് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. എന്ന് പറഞ്ഞാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഡോക്യുമെന്റ്, ഇൻസ്ട്രുമെന്റ്, that must be accepted by the drawee. Drawee അത് ആക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. It should be signed in the bill of exchange as he is accepted the bill. ആ പേയ്മെന്റ് അഗ്രി ചെയ്തുകൊണ്ട്, ആ പേയ്മെന്റ് നൽകാമെന്ന ആ ഓർഡർ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഡ്രോയി അതിൽ സൈൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അല്ലെങ്കിൽ ഡ്രോയി അത് ആക്സെപ്റ്റ് ചെയ്യാന്നാണ് ആ പ്രോസസ്സിന് പറയാം. ബട്ട് ഇറ്റ് ഈസ് നോട്ട് നീഡഡ് ഇൻ ദി കേസ് ഓഫ് പ്രോമിസറി നോട്ട്. ആറാമത്തെ ഡിഫറൻസ് ആയിട്ട് വരുന്നത് ഇൻ ദി കേസ് ഓഫ് ഡിസോണർ ഓഫ് എ പ്രോമിസറി നോട്ട് ഓർ പ്രോ നോട്ട്, നോ നോട്ടീസ് ഓഫ് ഡിസോണർ ഈസ് നീഡഡ് ടു ബി ഗിവൺ ടു മേക്കർ. ഒരു പ്രോമിസറി നോട്ട് ഡിസോണർ ആയി കഴിഞ്ഞാൽ, അതായത് അതിന്റെ എമൗണ്ട് പേ ചെയ്യുന്നതിൽ അതിന്റെ മേക്കർ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ
ആ പ്രോമിസ് ചെയ്ത വ്യക്തി ഡെപ്റ്റർ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു നോട്ടീസ് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് ആവശ്യമില്ല. നോ നോട്ടീസ് ഓഫ് ഡിസോണർ ഇസ് നീഡഡ്. അതാണ് പ്രോമിസറി നോട്ടിന്റെ കേസിൽ പറയുന്നത്. ബട്ട് in the case of bill of exchange, when a bill is dishonored, due notice must be given by the holder to the concerned parties. ഏതൊക്കെ പാർട്ടീസ് ആണ്? ടു ദി ഡ്രോയർ ആൻഡ് ദ ഇമ്മീഡിയറ്റ് എൻഡോസി. അതിലുള്ള ഇൻവോൾവ്ഡ് ആയിട്ടുള്ള എല്ലാ പാർട്ടീസിനും ഡ്യൂ നോട്ടീസ് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഹോൾഡർക്ക് ഉണ്ട്. ആരാണോ അതിന്റെ ഹോൾഡർ അയാളാണ് അത് ചെയ്യേണ്ടത്. ഇതാണ് ആറാമത്തെ ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. ഏഴാമത്തെ ഡിഫറൻസ് ആയിട്ട് പറഞ്ഞത് ദ പ്രോമിസറി നോട്ടീസ് ഡ്രോൺ ബൈ ദി ഡെപ്റ്റർ. നമ്മൾ ആദ്യം തന്നെ കണ്ടിട്ടുണ്ട്. നല്ലൊരു ഡിഫറൻസ് ആയിട്ട് നമ്മൾ പറയാണ്. പ്രോമിസറി നോട്ട് എപ്പോഴും ഡ്രോ ചെയ്യുന്നത് ഒരു ഡെപ്റ്റർ ആയിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇറ്റ് ഈസ് ഡ്രോൺ ബൈ ദി ക്രെഡിറ്റർ. ആർക്കാണോ പൈസ കിട്ടാനുള്ളത് അയാൾ തന്നെയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്യുന്നത്. പണം കൊടുക്കാനുള്ള ആളാണ് പ്രോമിസറി നോട്ട് ഡ്രോ ചെയ്യുന്നത്. Then eighth difference ആയിട്ട് പറയുന്നത് നോ പ്രൊട്ടസ്റ്റ് ഈസ് നെസസറി ഇൻ കേസ് ഓഫ് എ പ്രോമിസറി നോട്ട്. അവിടെ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ നോ നോട്ടീസ് നീഡഡ് എന്ന് പറയുന്ന പോലെ തന്നെ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ ഫോർമൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിസോണർ. ഡിസോണർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നോട്ടറി പബ്ലിക് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഒരു ഡിസോണർ സർട്ടിഫിക്കറ്റ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് നെസസറി ഇൻ ദി കേസ് ഓഫ് പ്രോമിസറി നോട്ട്. ഫോറിൻ ബിൽസ് ആണ് പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ടതുള്ളത്. അതായത് ഫോറിൻ ബിൽസ് ആണെങ്കിൽ അത് ഡിസോണർ ആയി കഴിഞ്ഞാൽ എ ഫോർമൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡിസോണർ ദാറ്റ്സ് കോൾഡ് പ്രൊട്ടസ്റ്റ്. ദാറ്റ് പ്രൊട്ടസ്റ്റ് മസ്റ്റ് ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദി കേസ് ഓഫ് ഫോറിൻ ബിൽസ്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിന്റെ കേസിൽ അത് ആവശ്യമാണെന്ന് ഓർത്തു വെച്ചാൽ മതി. ദെൻ നയൻത്ത് ഡിഫറൻസ് ആയിട്ട് വരുന്നത് സ്റ്റാമ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിഫറൻസ് ആണ്. സ്റ്റാമ്പിംഗ് എന്ന് പറയുന്നത് പ്രോമിസറി നോട്ടിന്റെ കേസിൽ അതിൽ there is no exceptions. സ്റ്റാമ്പിങ് എല്ലാ തരത്തിലുള്ള പ്രോമിസറി നോട്ടുകളും സ്റ്റാമ്പ് ചെയ്തിരിക്കണം. ബട്ട് ബിൽ ഓഫ് എക്സ്ചേഞ്ച് കേസിൽ ബിൽസ് പേയബിൾ ഓൺ ഡിമാൻഡിന് സ്റ്റാമ്പ് ചെയ്യേണ്ടതില്ല. സ്റ്റാമ്പിങ് ഇസ് നെസസറി ഫോർ ഓൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എക്സെപ്റ്റ് ബിൽ പേയബിൾ ഓൺ ഡിമാൻഡ്. ബിൽസ് പേയബിൾ ഓൺ ഡിമാൻഡ് ഒഴികെയുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ചുകൾക്ക് മാത്രമാണ് സ്റ്റാമ്പിങ് ആവശ്യമുള്ളത്. നമ്മൾ ലാസ്റ്റ് ഡിഫറൻസ് ആയിട്ട് പറയുന്നത് ഇൻ എ പ്രോമിസറി നോട്ട് ദ മേക്കർ, ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ദ മേക്ക് മാത്രമേ ഉള്ളൂ. ദ മേക്കർ ഹാസ് an immediate relationship with the pay. അവിടെ മേക്കർക്ക് പേയുമായിട്ട് ഒരു ഇമ്മീഡിയറ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. വൈൽ ഇൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോയർ ഈസ് ഇൻ an immediate relationship with the acceptor. ആക്സെപ്റ്ററുമായിട്ടാണ് ഇമ്മീഡിയറ്റ് റിലേഷൻഷിപ്പ് ഉള്ളത്, നോട്ട് വിത്ത് ദ പേയ്. പേയുമായിട്ട് ഇമ്മീഡിയറ്റ് റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാവണമെന്നില്ല. കാരണം പേയ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി പേഴ്സൺ ആയിട്ട് വേറെ ആയിട്ട് എൻഡോസ് ചെയ്യുന്ന സമയത്തൊക്കെ വരാറുള്ളത് കൊണ്ട് തന്നെ പേയുമായിട്ട് ഈ പറയുന്ന ഡ്രോയർക്ക് ഇമ്മീഡിയറ്റ് റിലേഷൻഷിപ്പ് ഇല്ല. ബട്ട് യെസ് ദ റിലേഷൻ ഇമ്മീഡിയറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ദ ആക്സെപ്റ്റർ. ഇതാണ് ലാസ്റ്റ് ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ഈ ഡിഫറൻസസ് നിങ്ങൾക്ക് വളരെ പ്രധാനമായിട്ടുള്ള ഡിഫറൻസസ് നിങ്ങൾ ഇതിൽ നിന്ന് വേണമെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്തിട്ടൊക്കെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതാനായിട്ട് പറ്റും. വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ സെക്ഷൻ ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ള സെക്ഷൻ വരെ ഒരു ഡിഫറൻസ് ആയിട്ട് പറയാൻ പറ്റും. സെക്ഷൻ 4 ആണ് പ്രോമിസറി നോട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, സെക്ഷൻ 5 ആണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഡിഫറൻസ് ഒക്കെ നമുക്ക് ഇതിനോട് ചേർത്ത് പറയാൻ പറ്റും. ഈ ഒരു വീഡിയോ സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.